മറ്റേത് ഇന്നലെ കോതമംഗലം പ്ലാച്ചേരിയിൽ വീണ ആനയുടെ കാര്യമാണ് കുറേ പേര് ചോദിച്ചിരുന്നത്. പ്ലാച്ചേരിയിൽ കിണറ്റിൽ വീണ ആനയെ പുറത്തെത്തിക്കാൻ എത്തിച്ച മണ്ണുമാന്തി യന്ത്രവും മോട്ടറും നാട്ടുകാർ വിട്ടു നൽകിയില്ല. കിണർ വൃത്തിയാക്കി നൽകിയില്ല. അതുകൊണ്ട് കുടിവെള്ളം മുട്ടി. ഇത് കാണിച്ചാണ് അവരുടെ പ്രതിഷേധം. രാവിലെ 10-ന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. വിശദാംശങ്ങളുമായി വിനീത വിജിയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ കിണർ വൃത്തിയാക്കി നൽകിയില്ല, കുടിവെള്ളം മുട്ടിച്ചു എന്നൊക്കെ നാട്ടുകാരുടെ പരാതിയുണ്ട്. ഏത് രീതിയിലാണ് അവർ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീൻ ആൻഡ് പ്രവിത. സ്മിത, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയാണ് ഈ കാട്ടാനയുടെ ഒരു വലിയ ബുദ്ധിമുട്ട് ആ മേഖലയിൽ ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ രാത്രിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു നാട്ടുകാരുടെ ഒക്കെ. അവർക്ക് പ്രധാനമായും അവർ പറയുന്നത് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും അധികൃതർ ചെയ്തു നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പ്ലാച്ചേരിയിലാണ് ആനയെ കരയ്ക്ക് കയറ്റാൻ എത്തിച്ച മണ്ണുമാന്തി യന്ത്രവും ഒപ്പം തന്നെ മോട്ടറും വിട്ടു നൽകാതെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും ഒന്നും വാക്കു പാലിച്ചിട്ടില്ല എന്നാണ് ആ സ്ഥലം ഉടമ പറയുന്നത്. ഈ കുടിവെള്ള സ്രോതസ്, അത് ആ കിണർ ഏതാണ്ട് 25 കുടുംബങ്ങൾ ആ കിണറിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ആ കിണറിന്റെ വെള്ളം മുഴുവൻ നാശമായെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കുടിവെള്ള സ്രോതസ് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഇതില്ലാതായത് നിരവധി കുടുംബങ്ങളുടെ കുടിനീരാണെന്നും ആ സ്ഥലം ഉടമ പറയുന്നുണ്ട്. ഇന്ന് 10-ന് രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ യോഗം ചേരും. ആ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.